മതതീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഉത്തർപ്രദേശിലെ മുസ്ലിം മതപണ്ഡിതനെതിരെ കേസ്. മൗലവി ഷംഷുൽ ഹുഗാഖാൻ എന്നയാൾക്കെതിരെയാണ് കേസെടുത്തത്. UK പൗരത്വം നേരിട്ടുള്ള മൗലവി ഇപ്പോൾ ലണ്ടനിലാണ് താമസം. പാകിസ്ഥാനിലെയും ജമ്മു കശ്മീരിലെയും മതതീവ്രവാദികളുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നാണ് പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. ശ്രീകാന്ത്, ഈ പഴയ ഉത്തർപ്രദേശാണെന്ന ധാരണയിലായിരിക്കും ഇയാൾ UPയിൽ അനാവശ്യ പ്രവർത്തനങ്ങൾക്ക് ശ്രമിച്ചത്. എന്തായാലും യോഗിയുടെ UP മറ്റൊന്നാണെന്ന് ഇപ്പോൾ ഈ മതതീവ്രവാദിക്ക് മനസ്സിലായി കാണുമല്ലോ. ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയ മുസ്ലിം മതപണ്ഡിതനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. മൗലവി ഷംഷുൽ ഹുദാഖാൻ എന്നയാൾക്കെതിരെയാണ് കേസെടുത്തത്. ഇയാൾ UK കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. പാകിസ്ഥാനിലെയും ജമ്മു കശ്മീരിലെയും മതതീവ്രവാദികളുമായി ഈ ഭീകരവാദിക്ക് ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീകാന്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ശ്രീകാന്ത്, ഇപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തൊക്കെ രീതിയിലുള്ള ഭീകര പ്രവർത്തനങ്ങളാണ് UP കേന്ദ്രീകരിച്ച് ഇയാൾ നടത്തിയത്? ഗൗതം, മത തീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിൽ ഉത്തർപ്രദേശിൽ ഒരു മുസ്ലിം പണ്ഡിതനെതിരെ കേസെടുത്തിരിക്കുന്നു. മൗലവി ഷംഷുൽ ഹുദാഖാൻ എന്നയാൾക്കെതിരെയാണ് കേസെടുത്തത്. ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുക ലക്ഷ്യമിട്ട് ഇയാൾ പ്രവർത്തിച്ചു എന്നാണ് FIR-ൽ പറയുന്നത്. UK പൗരത്വം നേടിയിട്ടുള്ള ഈ മൗലവി ഇപ്പോൾ ലണ്ടനിലാണ് താമസം ആക്കിയിട്ടുള്ളത്. പാകിസ്ഥാനിലെയും ജമ്മു കശ്മീരിലെയും മത തീവ്രവാദികളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നാണ് കണ്ടെത്തൽ വന്നിട്ടുള്ളത്. റസ ഫൗണ്ടേഷൻ എന്ന NGO മുഖേന വിദേശ ഫണ്ട് സ്വീകരിച്ചായിരുന്നു ഇയാൾ മതഭീകരവാദ പ്രവർത്തനം നടത്തിയത്. ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അത് പണം ഉപയോഗിച്ചും ഭീകരവാദ പ്രവർത്തനങ്ങളിലൂടെയും നടത്തി എന്നാണ് കണ്ടെത്തൽ. അന്വേഷണത്തിന്റെ ഭാഗമായി ആ NGOയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും അസംഗഡ്, ഖലീലാബാദ് എന്നിവിടങ്ങളിൽ ഉള്ള മദ്രസകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് പോലീസ്. ഇപ്പോൾ എന്തായാലും UPയിൽ യോഗി ആദിത്യനാഥ് സർക്കാർ ഇത്തരം മതഭീകരവാദ സംഘടനകൾക്കും വ്യക്തികൾക്കുമെതിരെ ശക്തമായ നടപടിയാണ് കൈക്കൊള്ളുന്നത്. ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകരപ്രവർത്തനങ്ങൾ മുൻകാലത്ത് നടത്തിയ മുസ്ലിം മതപണ്ഡിതനെതിരെ ഇപ്പോൾ നിലപാട് എടുത്തിരിക്കുകയാണ് UP സർക്കാർ. ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഡൽഹിയിൽ നിന്നും ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.